അപ്പം നീറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നീറ്റിന്റെ ആപ്ലിക്കേഷൻ ഫോം വരുന്നത് മാർച്ച് 1-നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സൈറ്റുകളിലൊക്കെ വന്നിരുന്നു. പക്ഷെ NTA സൈറ്റിൽ നിന്നും ഇപ്പം ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. മാർച്ച് 1 അല്ലെങ്കിൽ മാർച്ച് 2 ഒന്നും ഉണ്ടാവില്ല. എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നീറ്റിന്റെ ആപ്ലിക്കേഷൻ ഫോം റിലീസിംഗ് ഡേറ്റും എക്സാം ഡേറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേരിയേഷൻ ഉണ്ട്. ഇപ്പം 2022 നോക്കുവാണെങ്കിൽ ജൂലൈ 17-നായിരുന്നു എക്സാം, പക്ഷെ April 6-ന് ആപ്ലിക്കേഷൻ ഫോംസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ദെൻ 2021 നോക്കുവാണെങ്കിൽ September 12-നായിരുന്നു എക്സാം. ആപ്ലിക്കേഷൻ ഫോം July 13-ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ദെൻ 2020 നോക്കുവാണെങ്കിൽ September 13-ആണ്. December 2-ന് ആണ് ഇതിന്റെ എന്താ പറയുക ആപ്ലിക്കേഷൻ റിലീസിംഗ് വന്നിട്ടുള്ളത്. സോ ബേസിക്കലി നമുക്ക് ഇത്രയും അധികം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആപ്ലിക്കേഷൻ ഡേറ്റും അതുപോലെ തന്നെ എക്സാമും തമ്മിലൊരു ഇതുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നീറ്റ് എക്സാം വരുന്നത് May 7-നാണ്. സോ ഹാർഡ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ 2 മാസമാണുള്ളത്. സോ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് കുറച്ചുകൂടെ നോക്കുവാണെങ്കിൽ ആധികാരികമായി നോക്കുവാണെങ്കിൽ എല്ലാ സൈറ്റുകളിലും കാണുന്നത് ഓൾമോസ്റ്റ് March 15-ന് ഓക്കെ രജിസ്ട്രേഷൻ വിൽ ബിഗൺ ഓൺ 5th March 2023. ഒഫീഷ്യൽ വെബ്സൈറ്റ് NTA-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഏത് ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് സൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പം വരുന്ന അപ്ഡേറ്റ്സ് March 5th ആണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത്. നീറ്റിന്റെ ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് March 5th-നായിരിക്കും എന്നാണ് ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് പറയുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം. സോ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, ഇതുപോലെ വരുന്ന എല്ലാ അപ്ഡേറ്റ്സും വേദാന്തു മലയാളത്തിൽ ഉണ്ടായിരിക്കും. സോ കീപ് വാച്ചിങ്, സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം channel. Thank you so much.